اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوة والأخوات، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, സൃഷ്ടാവായ റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു നല്ല ജീവിതത്തിന് വേണ്ടി ആത്മാർത്ഥമായി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ അതർഹിക്കുന്ന ഗൗരവത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. റഹ്മാന റബ്ബ് അവൻ യഥാവിധി സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നിമിഷം വരെയും നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും ഗഫൂറായ റഹീമായ റബ്ബ് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൻ നഈമിലും നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളെ, റബീഉൽ അവ്വൽ എന്ന ഒരു മാസത്തിലാണ് നാമൊക്കെ ഉള്ളത്. ഈ റബീഉൽ അവ്വലിലാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത്. പ്രവാചകർ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഹിജറ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഒരു ളുഹയോട് അടുത്ത സമയം പ്രവാചകർ ലോകത്തുനിന്ന് വിട പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സത്യവിശ്വാസികൾക്ക് ഉണ്ടാവുന്ന മാനസികമായ പിരിമുറുക്കം, സത്യവിശ്വാസികളുടെ മനസ്സിൽ പ്രവാചകരോടുള്ള മഹബത്ത്, സ്വഹാബത്ത് കിറാം പ്രവാചകരോടുള്ള മഹബത്ത് അവരുടെ ജീവിതത്തിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പുള്ള അവസാനത്തെ റമളാൻ, അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാ റമളാനിലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചക സന്നിധിയിൽ എത്താറുണ്ട്. പ്രവാചകരെ കൊണ്ട് ഒരു തവണ പരിശുദ്ധ ഖുർആൻ മുഴുവനും നബിയെ കൊണ്ട് ഓതിപ്പിക്കാറുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന അവസാന റമളാനിൽ 2 പ്രാവശ്യം
മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചക സന്നിധിയിലെത്തി. റസൂലുള്ളാഹിയെ കൊണ്ട് 2 പ്രാവശ്യം പരിശുദ്ധ ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യിപ്പിച്ചു. ചില അടയാളങ്ങൾ, ചില സിഗ്നലുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകുകയാണ്. ഏതൊരു ആശയമായിട്ടാണോ താങ്കളെ ഈ ലോകത്തേക്ക് അല്ലാഹു തആല പറഞ്ഞയച്ചത്, അതിൻ്റെ പൂർത്തീകരണം ഇതാ സംഭവിക്കാൻ പോവുകയാണ്. അങ്ങയുടെ ദൗത്യം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് എന്ന് ചില അടയാളങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാണിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തതും അവസാനത്തതുമായ ഹജ്ജ്, അതേപോലെ തന്നെ പരിശുദ്ധ റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ റമദാനിലും, റമദാനിൻ്റെ അവസാനത്തെ 10ലാണ് റസൂലുള്ളാഹി ഇത്തികാഫ് ഇരുന്നത് എങ്കിൽ, റസൂലുള്ളാഹി മരണപ്പെടുന്ന അവസാനത്തെ റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 20 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഅ്തികാഫ് ഇരിക്കാൻ തോന്നി. പ്രവാചകർക്ക് ലോകത്തോട് വിട പറയുന്നതിൻ്റെ ചില അടയാളങ്ങൾ. അവസാനത്തെ ഹജ്ജിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ച് ഹജ്ജത്തുൽ വിദായിൽ തൻ്റെ ആദ്യത്തതും അവസാനത്തതുമായ ഹജ്ജിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ മുഴുവൻ കാണെ ഹജ്ജിൻ്റെ മുഴുവൻ അഅമാലുകളും, ഹജ്ജിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ഖുദൂ മിന്നീ മനാസികക്കും, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ കണ്ടു പഠിക്കണം. ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം ഇനിയൊരു ഹജ്ജിൽ നിങ്ങൾക്ക് അഭിമുഖമായി നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നേതൃത്വം വഹിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ ഒരു വേള ഞാൻ ഉണ്ടായിക്കോണം എന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹാബ, ഖുദൂ മിന്നീ മനാസികക്കും, ഞാൻ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നിങ്ങൾ കണ്ടു പഠിച്ച് മനസ്സിലാക്കണം. ഇതാണ് ഹജ്ജിൻ്റെ അഅമാലുകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവിടുത്തെ ഹജ്ജത്തുൽ വിദാ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകല സ്വഹാബത്തിനും വേണ്ട നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നുണ്ട്. ആ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവസാനമായി അവതരിച്ച പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണത്. ഇന്നേ ദിവസം ഓ പ്രവാചകരെ, നിങ്ങൾക്കിതാ മതം പൂർത്തീകരിച്ച് തന്നിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സുന്ദരമായ തൗഹീദിന്റെ വചനങ്ങൾ ലോകത്ത് വിഭാവനം ചെയ്ത പ്രവാചകൻ പരിശുദ്ധ ഖുർആൻ 23 വർഷക്കാലം കൊണ്ട് അവിടുത്തെ സ്വഹാബത്തിന് പഠിപ്പിച്ച പ്രവാചകൻ അവസാനത്തെ വചനമായി പരിശുദ്ധ ഖുർആനിന്റെ അവസാനത്തെ വഹയായി മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചക സന്നിധിയിൽ വന്നിട്ട് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചപ്പോ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് റസൂലുള്ളാഹി പ്രഖ്യാപിക്കുന്നുണ്ട്, സഹാബത്തെ, എൻ്റെ നാഥൻ എന്നെ ഏതൊരു ആശയമായിട്ടാണോ ഈ ലോകത്തൊക്കെ പറഞ്ഞയച്ചത് അതിവിടതാ പൂർത്തീകരിച്ചിരിക്കുകയാണ്. സഹാബ, നിങ്ങൾക്ക് റബ്ബ് തആല പരിശുദ്ധ ഇസ്ലാമിനെ മതമായി അംഗീകരിച്ചു പോയി. സഹാബ, ഇനിയൊന്നും കൂട്ടാനോ കുറയ്ക്കാനോ ഇല്ല സഹാബത്തെ. എന്നിട്ട് സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ? ഹൽ ബല്ലഗത്, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ? സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്. ഓ നബിയെ, അങ്ങ് മുഴുവനായും പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് നബിയേ. അല്ലാഹുമ്മ അശ്ഹദ്, നാദാ നീ സാക്ഷിയാണ് നാദാ എന്ന് ആകാശത്തേക്ക് വിരലുയർത്തിക്കൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഉപദേശിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഹജ്ജും നിർവഹിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള സഫർ മാസത്തെ അവസാനത്തെ ബുധനാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ലാത്ത വേദന ശരീരത്തിൻ്റെ അങ്ങിങ്ങുകളിൽ പ്രവാചകർക്ക് അനുഭവപ്പെടുന്നുണ്ട്. വല്ലാത്ത വേദന പ്രവാചകനെ അസ്വസ്ഥനാക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചുപോയി മസ്ജിദുൻ നബവിയിൽ ചെന്ന് ധാരാളം സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എഴുന്നേൽക്കാൻ പ്രവാചകർ മടിക്കുന്ന രീതിയിൽ
അത്രത്തോളം പ്രവാചകർക്ക് ആ മദീന മസ്ജിദ് നബവിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ കഴിയാത്തത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം ജന്നത്തുൽ ബഖീഅയിലേക്ക് പോയി. തൻ്റെ പ്രിയപ്പെട്ട അനുചരന്മാർ സഹാബത്ത് മറമാടി കിടക്കുന്ന ബദറിൻ്റെ രണാങ്കണം മുതൽ ഈ സമയം വരെ മരണപ്പെട്ടു പോയ തൻ്റെ അനുചരന്മാരെ മറമാടിയിരിക്കുന്ന ആ ഖബറിൻ്റെ ജന്നത്തുൽ ബഖീയിൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട അനുചരന്മാർക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ധാരാളമായി തൻ്റെ സഹാബത്തിന് വേണ്ടി, അനുചരന്മാർക്ക് വേണ്ടി, അവരുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി റബ്ബിനോട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വളരെ വിശാലമായി അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നത്തുൽ ബഖീയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിൻ്റെ അടുത്ത് റസൂലുള്ളാഹി കുത്തിയിരുന്നു. എന്നിട്ട് ഒരു ഈന്തപ്പന തണ്ടുകൊണ്ട് റസൂലുള്ളാഹി ആ ഖബറിന്റെ മേലിങ്ങനെ ആഞ്ഞാഞ്ഞു കുത്തിക്കൊണ്ട് ഇത്തഖൂ അദാബൽ ഖബർ, ഇത്തഖൂ അദാബൽ ഖബർ യാ സഹാബ, ഖബറിന്റെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടണേ സഹാബ, അത് വല്ലാത്തൊരു ശിക്ഷയാണ്. ഖബറിന്റെ അദാബിനെ നിങ്ങൾ ഭയപ്പെടണേ സഹാബ, സൂക്ഷിക്കണേ സഹാബത്തെ എന്ന് സഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തിനെ മറമാടി ആ ഖബറിന്റെ ഭാഗത്ത് തിരിച്ചു നടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ രണ്ട് കൈകളും തലയിലേക്ക് വെച്ച് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നുണ്ട് സഹാബത്തെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്തേക്ക് ഇരിക്കുന്നുണ്ട്. സഹാബത്ത് ചോദിക്കുന്നു, നബിയെ അങ്ങക്ക് എന്ത് പറ്റിപ്പോയി, അങ്ങക്ക് എന്ത് പറ്റിപ്പോയി പ്രവാചകരെ, അങ്ങ് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടല്ലോ, അങ്ങ് വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എൻ്റെ തല പൊട്ടിപ്പിളറിമാർ എനിക്ക് തോന്നിപ്പോകുന്നു സഹാബത്തെ, ഞാനിപ്പോൾ ബോധക്ഷയം സംഭവിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു സഹാബത്തെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിങ്ങിപ്പൊട്ടുന്ന ആ രംഗം ചരിത്രത്തിൻ്റെ രേഖകളിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ആ റബീഉൽ അവ്വലിന്റെ അവസാന നിമിഷങ്ങളിൽ പ്രവാചകർക്ക് പല പല അടയാളങ്ങളും കാണിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ആ റമദാനിന്റെ അവസാനത്തെ വ്യാഴാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുന്നുണ്ട്, എനിക്ക് പള്ളിയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെയും തോളിൽ കൈയിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേച്ച് പള്ളിയിലേക്ക് ഇങ്ങനെ പോകുന്ന രംഗം കാണാം. സഹാബത്ത് പറയുന്നു, നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോൾ ആ മദീനയുടെ മണലാരുണ്യം റസൂലുള്ളാഹിയുടെ കാലിൻ്റെ പാടുകൊണ്ട് ഒരു ചാല് പോലെ ഞങ്ങൾ കണ്ടിരുന്നു എന്ന് സഹാബത്ത് പിന്നീട് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവിടെ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മടങ്ങി വന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുകയാണ്. പ്രവാചകർക്ക് വല്ലാത്ത വേദന, റസൂലുള്ളാഹി ബോധക്ഷയം വന്ന് ഹഫ്സയുടെ വീട്ടിൽ കിടക്കുന്നു. പ്രവാചകർ ശേഷം എഴുന്നേറ്റ് സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഐനഗദൻ, ഞാൻ നാളെ എവിടെയാണ്, നാളെ ഞാൻ ഏത് ഭാര്യയുടെ വീട്ടിലാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ പ്രവാചകർക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോകാനാണ് പ്രവാചകർക്ക് ഇഷ്ടം എന്ന് മനസ്സിലാക്കിയ സഹാബ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പ്രവാചകരെ കൊണ്ടാക്കുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പിറ്റേ ദിവസം ശനിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ളുഹർ നിസ്കാരത്തിലേക്ക് പള്ളിയിലേക്ക് ചെല്ലുന്നുണ്ട്. ളുഹറിലേക്ക് പള്ളിയിലേക്ക് ചെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറി സഹാബത്തിനോട് പറയുന്നുണ്ട്, ലഅനത്തുല്ലാഹിൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു തആല ജൂത ക്രൈസ്തവരെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹാബ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, ഓ സഹാബത്തെ, എൻ്റെ ഖബറിനെ മറ്റു പ്രവാചകന്മാരുടെ അനുയായികൾ ജൂത ക്രിസ്ത്യാനികൾ കാണിച്ചതുപോലെ എൻ്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന ഒരു ഗ്രഹമാക്കരുത്, ഒരു ബിംബമാക്കരുത്, ഒരു മയ്യിത്താക്കരുത് സഹാബത്തെ എന്ന് സഹാബത്തിനെ വിളിച്ചു പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തെ കൈകൾ ഉയർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, റബ്ബേ എൻ്റെ ഖബറിനെ സന്തോഷിക്കുന്ന ആഹ്ലാദിക്കുന്ന ഒരു സ്ഥലമാക്കല്ലേ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നിസ്കരിച്ചു. വീണ്ടും പ്രവാചകർ മിമ്പറിൽ കയറി മുഹാജിറുകളായ സഹാബികളെക്കുറിച്ചും അൻസാറുകളായ സഹാബികളെക്കുറിച്ചും അവരുടെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മഹത്വത്തെക്കുറിച്ച് അവർ ഇഷ്ടപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തിന് റസൂൽ ഉപദേശിക്കുന്നുണ്ട്.
എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പിരടി താഴേക്ക് കുനിച്ച് പിരടിയുടെ വെളുപ്പ് കാണുമാർ റസൂലുള്ളാഹി ഇങ്ങനെ തല കുനിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഹാദാ ലഹരി മൻ കുന്ത ജനബതു ലഹു ളുഹുറൻ ഫഹാദാ ലഹരി ഫല്യസ്തഖദ് മിൻ. ഓ സഹാബത്തെ, നിങ്ങളുടെ കൂടെ ഇത്രയും കാലം ജീവിച്ച് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ മുതുക്, നിങ്ങൾ എന്നെ തിരിച്ച് പ്രതികരിച്ചോണം. നിങ്ങളെ ഞാൻ എന്തെങ്കിലും വിഷമം നേരിട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഞാൻ ശകാരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾ എന്നോട് പ്രതികരിക്കണേ സഹാബ. റസൂലുള്ളാഹി വീണ്ടും പറയുന്നുണ്ട്, മങ്കുന്ദന സമത്തുഹു ഇർളൻ ഫഹദാ ഇർളി ഫല്യസ്തഅഖദ് മിൻ. ഇതാ എൻ്റെ അഭിമാനം, എൻ്റെ അഭിമാനം ഇതാ. നിങ്ങളോട് ഞാൻ ചീത്ത പറയുകയോ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സഹാബത്തെ തിരിച്ച് എന്നെ നിങ്ങൾ ശകാരിക്കൂ, തിരിച്ച് നിങ്ങൾ എന്നോട് ചീത്ത പറയൂ സഹാബത്തെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുന്നുണ്ട്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് വല്ലാതെ വിഷമിച്ച് നോക്കുന്ന സമയം പ്രവാചകർ പുഞ്ചിരിക്കുകയാണ്. പ്രവാചകർ പുഞ്ചിരിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നു, അല്ലാഹു തആല തൻ്റെ അടിമയ്ക്ക് ദുനിയാവിലെ സുഖവും സ്വർഗത്തിലെ സുഖവും രണ്ടും അല്ലാഹു തൻ്റെ അടിമയുടെ മുമ്പിലേക്ക് നീക്കി. എന്നിട്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ അല്ലാഹു തആല തൻ്റെ അടിമയോട് പറഞ്ഞു. തൻ്റെ അടിമ അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സ്വർഗത്തിലെ സുഖമാണ് തിരഞ്ഞെടുത്തത് എന്ന് സഹാബത്തിനോട് അവ്യക്തമായി പറഞ്ഞപ്പോൾ സഹാബത്ത് ഒന്നും മനസ്സിലാകാത്തത് പോലെ ഇരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, നബിയേ അതിൻ്റെ കാരണം ഫിദാക അബീ വ ഉമ്മി, എൻ്റെ ഉമ്മയും ബാപ്പയും ഇതാ ഞങ്ങൾക്ക് സമർപ്പണം നബിയേ. അങ്ങ് ഈ ദൗത്യം നിർവഹിച്ച് ലോകത്തോട് വിട പറയാൻ പോവുകയാണ് എന്നല്ലേ നബിയെ അങ്ങ് പറഞ്ഞതിൻ്റെ സാരമെന്ന് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞ് വിതുമ്പുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകർ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് റബീഉൽ അവ്വൽ 11 രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പനി വല്ലാതെ കലശലായി. റസൂലുള്ളാഹി വല്ലാതെ വിയർക്കുകയാണ്, വെട്ടി വിയർക്കുകയാണ്. പ്രവാചകർക്ക് അസ്വാസ്ഥ്യം പിടിപെട്ട് പ്രവാചകർക്ക് വല്ലാതെ ബോധക്ഷയം സംഭവിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധക്ഷയം വന്ന് റസൂലുള്ളാഹി തങ്ങൾ നിലത്ത് വീഴുമ്പോൾ, പിന്നീട് ബോധക്ഷയം ഉണ്ടാകുമ്പോൾ അസ്വല്ലന്നാസ് യാ ആയിഷ, ജനങ്ങൾ നിസ്കരിച്ചിട്ടില്ലേ യാ ആയിഷ എന്ന് ചോദിക്കുമ്പോൾ ആയിഷ പറയുന്നുണ്ട്, ഇല്ല നബിയെ, വഹും യന്തളിറൂനക, അവർ താങ്കളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നബിയെ. അങ്ങ് ഇമാമത്തായി നിന്നുകൊണ്ട് നിസ്കരിക്കാൻ സ്വഹാബത്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ബോധക്ഷയം വീഴുന്നു. അങ്ങനെ 3 പ്രാവശ്യം റസൂലുള്ളാഹി ബോധക്ഷയം വന്ന് വീണ് എഴുന്നേൽക്കുമ്പോഴൊക്കെ ഓർമ്മ വരുമ്പോഴൊക്കെ അസ്വല്ലന്നാസ് യാ ആയിഷ, ജനങ്ങളെ നിസ്കരിച്ചിട്ടില്ലേ? അപ്പോഴും ആയിഷയുടെ മറുപടി വഹും യന്തളിറൂനക, അങ്ങയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൽപ്പം ഗൗരവത്തിൽ പറഞ്ഞു, മുറു അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ കൽപ്പിക്കുക ആയിഷ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ പ്രവാചകർ പറഞ്ഞ് പ്രവാചകർ വീണ്ടും ബോധക്ഷയം സംഭവിക്കും. റബീഉൽ അവ്വൽ 12 സുബഹിക്ക് സമയം സഹാബത്ത് പ്രവാചകന്റെ വീട്ടിലേക്ക് നോക്കുകയാണ്. പ്രവാചകർ പള്ളിയിലേക്ക് വരുമോ എന്നാഗ്രഹിച്ച് സഹാബത്ത് കിറാം ആകാംക്ഷയോടെ നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചക ജനലിന്റെ വിരി അങ്ങോട്ട് മാറ്റിയപ്പോൾ പ്രിയപ്പെട്ട തൻ്റെ സഹാബത്ത്, തൻ്റെ ജീവിതകാലത്തിൽ ഉണ്ടായിരുന്ന, തൻ്റെ ഒപ്പമുണ്ടായിരുന്ന സഹാബത്തിനെ റസൂലുള്ള കൺകുളിർക്കെ കണ്ടു. റസൂലുള്ള വല്ലാതെ സന്തോഷിച്ചു. സഹാബത്തും നബിയെ വളരെയധികം ഭംഗിയായ നിലയിൽ റസൂലുള്ളാഹിയെ കണ്ട് റസൂലുള്ളാഹി തങ്ങൾ വിരിപ്പ് വലിച്ചിട്ട് ബോധക്ഷയം വന്ന് വീഴുന്നു. അതാ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അടുത്തുണ്ട്, മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അടുത്തുണ്ട്. സഹാബത്ത് കിറാം പ്രവാചകന്റെ വീട്ടിന്റെ പല ഭാഗങ്ങളിലായി താമസിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ വേദന വരുമ്പോ, വല്ലാതെ പ്രയാസപ്പെടുമ്പോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ വേദനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓ ഫാത്തിമ, ഉപ്പാക്ക് വല്ലാണ്ട് വേദനിക്കുന്നു മോളെ, വല്ലാത്ത വേദനയാണ് മോളെ. ഇന്നലിൽ മൗതി സകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയാണ് മോളെ. ഫാത്തിമയെ വിളിച്ചുകൊണ്ട് പറയുമ്പോ ഫാത്തിമ പൊട്ടി വിങ്ങിപ്പൊട്ടി കരയുകയാ. വാ കർബാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാടെ വേദനയെ, ഉപ്പാക്ക് വല്ലാത്ത വേദനയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ പൊട്ടി കരയുമ്പോ ഫാത്തിമയെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റസൂലുള്ള ചെവിയിൽ അടക്കം പറയുന്നുണ്ട്, റസൂലുള്ളാഹി
റസൂലുള്ളാഹി അടക്കം പറഞ്ഞപ്പോ പെട്ടെന്ന് ഫാത്തിമ വാവിട്ട് കരയാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഫാത്തിമയെ ചേർത്ത് പിടിച്ച് വീണ്ടും രഹസ്യം പറഞ്ഞപ്പോ ഫാത്തിമ ബീബി ചിരിക്കുന്നുണ്ട്. ഫാത്തിമയോട് പിന്നീട് ആയിഷ ചോദിക്കുന്നുണ്ട്, ഫാത്തിമ മോളെ എന്താണ് ഉപ്പ പറഞ്ഞത്, നീ അപ്പോൾ ചിരിച്ച് ആദ്യം കരഞ്ഞതെന്താ? അപ്പൊ പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എൻ്റെ ഉപ്പ എന്നോട് ആദ്യമായി പറഞ്ഞത്, മോളെ ഈ ലോകത്ത് നിന്ന് ഉപ്പ വിട പറയാൻ പോവുകയാ, ഉപ്പ നിങ്ങളെ തനിച്ചാക്കി പോവുകയാണ് മോളെ. അത് പറഞ്ഞപ്പോഴാ ഞാൻ കരഞ്ഞത്. എന്നോട് പിന്നീട് രണ്ടാമത് പറഞ്ഞത്, റസൂലുള്ളാഹ് എൻ്റെ വഫാത്തിന് ശേഷം എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നിലേക്ക് വന്നു ചേരുന്നത് മോളെ ഫാത്തിമ നീയാണ് മോളെ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ ചിരിച്ചു പോയതെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വല്ലാതെ തലപൊത്തി പിടിക്കുന്നുണ്ട്. പ്രവാചകർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തുണി പ്രവാചകർ മുഖത്തേക്ക് വലിച്ചിടും. റസൂലുള്ള വീണ്ടും അതെടുത്ത് മാറ്റും. വീണ്ടും അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ മുഖത്തേക്കിടും. വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്യുന്നു. റളിയല്ലാഹു തആല അൻഹു ഒരു കുടം വെള്ളം പ്രവാചകന്റെ അടുത്തേക്ക് കൊണ്ടുവച്ചപ്പോൾ റസൂലുള്ള കൈയിട്ടുകൊണ്ട് ആ വെള്ളം എടുത്ത് റസൂലുള്ള മുഖത്തേക്ക് ഇങ്ങനെ തടകുന്നുണ്ട്. വല്ലാതെ തടകുന്ന സമയം ആയിഷ ബീവിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാ. ആയിഷക്ക് മനസ്സിലായി തൻ്റെ മടിയിൽ കിടക്കാൻ പ്രവാചകർക്ക് ആഗ്രഹമുണ്ട്, പ്രവാചകർക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. അതാ മടിയിലേക്ക് പ്രവാചകരെ കിടത്തുന്നു ആയിഷ. എന്നിട്ട് റസൂലുള്ളാഹിയുടെ പൂമുഖത്തേക്ക് ആയിഷ നോക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് തന്റെ പരിസരത്ത് കൂടി നടന്നു പോകുന്ന അബ്ദുറഹ്മാൻ, ആയിഷയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇങ്ങനെ അറാക്ക് കൊണ്ട് പല്ല് തേച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോ റസൂലുള്ളാഹി അബ്ദുറഹ്മാനിലേക്ക് നോക്കുന്നത് ആയിഷ കണ്ടു. ആയിഷക്ക് മനസ്സിലായി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അനക്കങ്ങളും അടക്കങ്ങളും ഇഷ്ടങ്ങളും മനസ്സിലാക്കിയ ആയിഷ റളിയല്ലാഹു അൻഹ, നബിയേ അങ്ങേക്ക് പല്ല് തേക്കണോ നബിയേ, മിസ്വാക്ക് ചെയ്യണോ നബിയേ? റസൂലുള്ള തല കൊണ്ട് ആംഗ്യം കാണിക്കുകയാ. അതാ ആംഗ്യം കാണിച്ചപ്പോ അബ്ദുറഹ്മാനെ വിളിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ആ അറാക്ക് മേടിച്ച് തന്റെ പ്രവാചകർക്ക് ഇങ്ങനെ പല്ല് തേപ്പിക്കുമ്പോ അത് വല്ലാത്ത ഹാർഡായി, വല്ലാത്ത കടിച്ച ഒരു കഠിനമായ ഒരു കഷ്ണം പോലെ പ്രവാചകർക്ക് മനസ്സിലായി. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നബിയേ ഞാനിത് പദം വരുത്തട്ടെ നബിയേ, അത് ലോലമാക്കട്ടെ ഹബീബേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള വീണ്ടും തലകൊണ്ട് ആംഗ്യം കാണിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആംഗ്യം കാണിച്ച സമയം ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ പല്ലിലേക്ക് ചേർത്ത് വെച്ച് തന്റെ പല്ല് കൊണ്ട് ചതച്ച് പദം വരുത്തി റസൂലുള്ളാഹി ഇങ്ങനെ തേപ്പിക്കുന്നുണ്ട്. പിന്നീട് ആയിഷ പറയുന്നുണ്ട്, ഞാൻ എത്ര ഭാഗ്യവതിയാ, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫിയ ഫീ ബൈതി വഫീ യൗമി വബൈന സഹരി വനഹരി. എനിക്ക് അനുവദിച്ച ദിവസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എൻ്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. ആ വിട പറയുന്ന സമയം എൻ്റെ തുപ്പലും പ്രവാചകന്റെ തുപ്പലും ഒന്ന് ചേർന്ന് പോയല്ലോ, ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെവിയുടെ റസൂലുള്ള ഇങ്ങനെ മന്ത്രിക്കുന്നു. എന്തോ പറയുന്നതായി തോന്നിയപ്പോ ആയിഷ നബിയുടെ ചെവിയിലേക്ക്, അള്ളാഹുവിന്റെ റസൂലിന്റെ ചെവിയിലേക്ക്, നബിയുടെ ചുണ്ടിലേക്ക് ആയിഷ ചെവി വെച്ച് കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഇപ്രകാരമാണ്, ഉമ്മത്തി അസ്സലാ ഉമ്മത്തി അസ്സലാ വമാ മലക്കത് അയ്മാനുക്കും. ഓ ഉമ്മത്തെ, നിങ്ങൾ നിസ്കാരം മുറുകെ പിടിക്കണേ, നിങ്ങൾ നിസ്കരിക്കണേ. സഹാബത്തെ, എൻ്റെ ഉമ്മത്തെ നിങ്ങൾ നിസ്കാരം മുറുകെ പിടിക്കണേ, നിങ്ങളത് ഒഴിവാക്കല്ലേ. നിങ്ങൾ ഉടമപ്പെടുത്തിയ അടിമകളുടെ കാര്യത്തിലും നിങ്ങൾ സൂക്ഷിക്കണേ സഹാബത്തെ. റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും റസൂലുള്ള പറയുന്നു, ലഅനത്തുല്ലാഹിൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ എന്ന് ഖുതുബയിൽ പറഞ്ഞ അതേ പ്രാർത്ഥന റസൂലുള്ള വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നലിൽ മൗതി സകറാത്ത്, ഇന്നലിൽ മൗതി സകറാത്ത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ട് പറയുന്നു, اللهم رفيق الأعلى اللهم اغفر لي وارحمني والحقني مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيق الأعلى الرفيق الأعلى. الله رسول صلى الله عليه وسلم ആയിഷയുടെ പടിയിൽ കിടന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഫീഖുൽ അല, ഉന്നതമായ കൂട്ടുകാരനിലേക്ക് ഞാനിതാ മടങ്ങുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ തീരുമാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് അന്ന റഫീഖുൽ അല എന്ന് പറഞ്ഞ റസൂലുള്ളാഹിയുടെ കൈകൾ നിലത്തേക്ക് അലതച്ച് വീഴുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി.
സഹാബത്ത് ഒന്നടങ്കം വല്ലാതെ പ്രയാസപ്പെട്ടു. സഹാബത്ത് വന്ന് നോക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആല വന്ന് പറയുന്നുണ്ട്, റസൂലുള്ളാഹിയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചതിന് ശേഷം ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹിക്ക് വല്ലാത്ത ഉറക്കമാണ്, വല്ലാത്ത മയക്കമാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിയുടെ മുഖത്ത് ഇങ്ങനെ തടകി ഉമർ പുറത്തേക്ക് പോകുമ്പോൾ സ്വഹാബി വിളിച്ച് പറയുന്നുണ്ട്, ഉമറേ, അള്ളാഹിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു പോയി, അള്ളാഹിന്റെ റസൂൽ മരണപ്പെട്ടു പോയി. എന്താടാ പറയുന്നത്? എന്റെ പ്രവാചകൻ മരണപ്പെടുകയോ? ഒരിക്കലും സംഭവിക്കുകയില്ല, എന്റെ പ്രവാചകന് മരണമില്ല എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വാള് വലിച്ചൂരി ഒരു ഭ്രാന്ത് പിടിച്ച മനുഷ്യനെ പോലെ വല്ലാതെ അട്ടഹസിക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നുണ്ട്, യാ അബൂബക്കർ, അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ, താങ്കൾ ക്ഷമിക്കണം, താങ്കൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. സ്വഹാബത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം സ്ഥിരീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്റെ ജീവിതം ചിട്ടപ്പെടുത്തി ജീവിതം ധന്യമാക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഇവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയ മാ ബഅദ്. ഉസിയകും ഇബാദല്ലാഹ് വനഫ്സി സാനി ബിത്തഖ്വല്ലാഹ്. സൃഷ്ടാവായ റബ്ബിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. അങ്ങനെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നൊരു വചനമുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അതാണ് ആദ്യം ഞാൻ ഓതി വെച്ച ആയത്ത്. ഉമർ, താങ്കൾ മനസ്സിലാക്കണം, ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാ തഅഖുതിലൻ ഖലബതും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖബൈ ഫലൻ യദുറല്ലാഹ സൈആ വസയജ്സില്ലാഹു ശാകിരീൻ. ഓ ഉമറേ, നിങ്ങൾ അറിയണം, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഈ ലോകത്ത് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് മുമ്പും ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഒന്നുകിൽ വഫാത്താവുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. എന്ന് വരുന്ന പ്രവാചകൻ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഓതി കേൾപ്പിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അതാ സ്ഥിരീകരിക്കുകയാണ്. ഒരു കൊച്ചുകുട്ടിയെ പോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മാറോട് ചേർത്തണച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ വേദനിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായ റബീഉൽ അവ്വൽ 12, അതിൽ തർക്കമില്ല ആർക്കും. അള്ളാഹുവിന്റെ റസൂൽ മരണപ്പെട്ട ദിവസം തോരണങ്ങൾ കെട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ദഫും മുട്ടി പാട്ട് പാടി പോകുന്ന ആളുകൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നേ ദിവസം ഈ വെള്ളിയാഴ്ച നമ്മുടെ സുന്നി സഹോദരങ്ങളുടെ പള്ളിയിൽ നിന്ന് കേൾക്കുന്ന ഖുത്ബ, നബാത്തി ഖുത്ബ, ആ ഖുത്ബയിൽ പോലും കൃത്യമായി പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് വലഖദ് ആതാഹു ഫീ മിസ്ലി ശഹരികും ഹാദാ മിൻ റുസുലി റബ്ബിഹിൽ കിറാം. അല്ലയോ ജനങ്ങളെ, ഇതേപോലുള്ള റബീഉൽ അവ്വലിലാണ് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞത്. അൽ മുഅക്കലീന ബിഖബ്ദി നുഫൂസിഹിൽ അനാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു ആശയമായിട്ടാണ് ലോകത്തേക്ക് വന്നത്, അദ്ദേഹത്തിന് മലക്കിൽ മൗത്ത് ഇതാ പിടിച്ചിരിക്കുന്ന ആ ഒരു സമയമാണത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങൾ കൃത്യമായി ആ ഖുത്ബയിൽ പ്രതിപാദിച്ചതിന് ശേഷം ഖതീബ് ചോദിക്കുന്നുണ്ട്, വം തദ്ദത്തിൽ യമീൻ വൻ ഖബലത്തിസ് സിമാൽ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലത് കൈ നീട്ടുകയും ഇടത് കൈ ചുരുട്ടുകയും വേദന കൊണ്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് റസൂലുള്ള കാണിക്കുന്നുണ്ട്. വസറഹൽ ജബീൻ ബികർബിസിയാ. വേദന കൊണ്ട് പ്രവാചകന്റെ നെറ്റിത്തടം വെട്ടി വിയർക്കുകയാണ്, നാഡീ നരമ്പുകൾ നുറുങ്ങുകയാണ്. വഖാല ഫാത്തിമ വാ കർബാ ബികർബിക യാ ബാ. പ്രിയപ്പെട്ട മോള് ഫാത്തിമ, എൻ്റെ ഉപ്പായുടെ വേദനയെ എന്ന് വിളിച്ചുകൊണ്ട് വാവിട്ട് കരയുന്നുണ്ട്. ഫഅജാബഹാ, റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഫഖദ് വദ്ദഅഹാ ബിളമ്മിഹാ ഇലൈ. പ്രവാചകൻ തന്റെ മാറോട് ചേർത്തണച്ചുകൊണ്ട് ഫാത്തിമയോട് പറയുന്നുണ്ട്, ലാ കർബ അലാ അബീക ബഅദൽ യൗം. ഇന്നേ ദിവസമല്ലാത്ത പിന്നീട് ഒരു ദിവസം, നാളെ ഒരു ദിവസത്തേക്ക് ഉപ്പാക്ക് വേദനയില്ല മോളെ. ഇന്നേ ദിവസത്തെ വേദന കഴിഞ്ഞാൽ ഈ ഉപ്പാക്ക് മറ്റൊരു വേദനയില്ല പൊന്നുമോളെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഖതീബ് പറയുന്നുണ്ട്, ഫഅയ്യു നഹീബിൻ അലൈഹി മർതഫ. ഏതൊരു കണ്ണാടോ ഗദ്ഗതമുണ്ടാവാത്തത്, ഏതൊരു മനസ്സിൽ നിന്നാണ്, ഏതൊരു ശരീരത്തിൽ നിന്നാണ് തേങ്ങൽ ഉണ്ടാവാത്തത്, കരച്ചിലുണ്ടാവാത്തത്. ഫഅയ്യു തർഫിൻ അലൈഹി മദ്മഅ. ഏതൊരു കണ്ണാടോ പ്രവാചകന്റെ വഫാത്ത് കേട്ടിട്ട് ഈ
ഈറനണിയാത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കേട്ടിട്ട് ഏത് കണ്ണാ കരയാത്തത്, ഏത് ഹൃദയമാ ദുഃഖിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നബാത്തി ഖുത്ബ നമ്മുടെ സുന്നി സഹോദരങ്ങളുടെ പള്ളിയിൽ നിന്നുകൊണ്ട് ഇന്നേ ദിവസം മിമ്പറിൽ നിന്നുകൊണ്ട് നബാത്തി ഖുത്ബ ഈ ഖതീബ് വായിക്കുന്നുണ്ട്. ആ വായിക്കുന്ന ഖതീബിന് ആ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായിട്ടില്ല, കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താണ് റബീഉൽ അവ്വൽ മുഴുവനും നബാത്തി ഖുത്ബയിൽ പറയുന്നത്. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിയോഗ ദിവസം പുഞ്ചിരിക്കാൻ, ആഹ്ലാദിക്കാൻ, ബിരിയാണി വെച്ച് വിളമ്പാൻ, റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് റാലികൾ നടത്താൻ, അതേപോലെ വർണ്ണസബളങ്ങളായ അതേപോലെ ബൾബുകൾ കൊണ്ട് പള്ളികൾ അലങ്കരിക്കാൻ എങ്ങനെയാണോ സത്യവിശ്വാസിക്ക് മനസ്സിലാകുന്നത്, എങ്ങനെയാ കഴിയുന്നത്? ആകാശഭൂമികൾ കറഞ്ഞ ദിവസമല്ലേ, ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ച ദിവസമാണ് റബീഉൽ അവ്വൽ 12. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാട് പറഞ്ഞ് ഇദാ ദക്കർത മുസീബത്തൻ തസ്ലു ബിഹാ ഫദ്കുർ മുസാബക ബിൻ നബി മുഹമ്മദി. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം സംഭവിച്ചാലും, എന്ത് ബുദ്ധിമുട്ടുകൾ സംഭവിച്ചാലും, നിങ്ങളുടെ വാഹനങ്ങൾ നശിച്ചു പോയാലും, നിങ്ങളുടെ മക്കൾ മരണപ്പെട്ടു പോയാലും, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ പ്രിയതമകൾ ലോകത്തോട് വിട പറഞ്ഞു പോയാലും, നിങ്ങൾക്ക് എന്തെന്ത് നഷ്ടം നേരിട്ടാലും നിങ്ങൾ മനസ്സിലാക്കണം, അതൊരു നഷ്ടമേ അല്ല. ലോകത്തിനുണ്ടായ നഷ്ടം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ മരണപ്പെട്ട ദിവസമാണ് റബീഉൽ അവ്വൽ 12. അന്നേ ദിവസം സന്തോഷിക്കാനല്ല, ആകാശഭൂമി കരഞ്ഞ ദിവസം, ലോകത്തിലെ സകല സത്യവിശ്വാസികളും വിഷമിക്കുന്ന ദിവസം. ആ ദിവസത്തിൽ ഒരു മുസ്ലിമായ മനുഷ്യന് എങ്ങനെയാ പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ ആ മരണ ദിവസം ആഘോഷിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാ സാധിക്കുന്നത്? ഈ ആളുകൾ പ്രവാചകന്റെ വഫാത്ത് മറ്റെല്ലാ ബദരീങ്ങളുടെ ആണ്ട് മുഹീദ്ദീൻ ശൈഖിനാണ്. ഇപ്പോൾ റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ റബീഉൽ ആഖിർ മുഹീദ്ദീൻ ശൈഖിന്റെ ആണ്ടാന്ന് പറഞ്ഞ ഒരു ആണ്ട് നടത്തുന്നുണ്ട്. റമദാൻ 17 ബദരീങ്ങളുടെ ആണ്ടാന്ന് പറഞ്ഞ അത് നടത്തുന്നുണ്ട്. എന്തേ ഇവർ മുഹമ്മദ് നബിയുടെ ആണ്ട് നടത്താത്തത്? നടത്താൻ കഴിയില്ല. കാരണം അത് റബീഉൽ അവ്വൽ 12-നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബീഉൽ അവ്വൽ 12-ന്റെ പ്രത്യേകതയായി റസൂലുള്ളാഹി പറഞ്ഞത്, പ്രവാചകൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അന്നേ ദിവസം നോമ്പ് പിടിക്കണം. തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ ജനിച്ചതും എനിക്ക് ഖുർആൻ അവതീകരണമാക്കിയതും തിങ്കളാഴ്ച ദിവസമാണ്. അതുകൊണ്ടാണ് തിങ്കളാഴ്ച ദിവസം നോമ്പ് സുന്നത്താക്കിയതെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി പരിശുദ്ധ പ്രവാചകനുള്ള മഹബത്ത് കാണിക്കേണ്ടത് ഈങ്കിലാബ് വിളിച്ചിട്ടല്ല, റാലി നടത്തിയിട്ടല്ല, ബിരിയാണി വെച്ച് വിളമ്പിയിട്ടല്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി. അങ്ങനെയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബത്ത് പ്രകടിപ്പിക്കേണ്ടത്. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതം ധന്യമാക്കാൻ അള്ളാഹു നാം ഏവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാന റബ്ബെ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്തുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും നീ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മാപ്പ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിക്കുന്ന കാലം അത്രയും മുത്തഖിയായി മുഖ്ലിസായി മുവഹിദായി ജീവിക്കാൻ അവസാന ലോകത്തിന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടാനുമുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ പല പല ആളുകൾ മാനസികമായും ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് റബ്ബേ. ഹൃദയങ്ങൾ അറിയുന്നവൻ നീയാ. ആരുടെ പ്രയാസങ്ങളും എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹു നീ അതെല്ലാം മാറ്റിക്കൊടുത്ത് ശാന്തസുന്ദരമായ ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കുടുംബ ബന്ധങ്ങളിൽ പല പല അസ്വാരസ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് റബ്ബേ. ആരുടെ ഭാഗത്തുനിന്നാണ് മാറ്റം ഉണ്ടാവേണ്ടത് ആ മാറ്റം നൽകി സ്വസ്ഥമായ ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസ്രിഫൽ ഖുലൂബ് സരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക്. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലനാ ഇലാ അഹ്സനിൽ ഹാൽ ബിഹൗലിക വഖുവതിക യാ അസീസ് യാ മുതആൽ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ വഅഅദാഅക വഅഅദാഅദ്ദീൻ. അല്ലാഹുമ്മ ശത്തിത് ശംലഹും. അല്ലാഹുമ്മ ഫർരിഖ് ജംഅഹും. അല്ലാഹുമ്മ സിൽസിൽ അഖദാമഹും. അല്ലാഹുമ്മ ഖർരിബ് ദിയാറഹും യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ വഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. آمين برحمتك يا أرحم الراحمين، والحمد لله رب العالمين.